IMS അമ്മയുടെ പ്രിയ മക്കളെ, എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. ജീവിതം വിജയിക്കണമെങ്കിൽ അതിൽ അടിസ്ഥാന പ്രമാണങ്ങൾ ഉണ്ടായിരിക്കണം. പ്രമാണങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തി ജീവിതത്തിൽ വേണ്ട ക്രമീകരണങ്ങൾ വരുത്തണം. യാതൊരു അംഗീകൃത പ്രമാണവും ഇല്ലാതെ ജീവിക്കുന്നവർ അടിസ്ഥാനമുറപ്പിക്കാതെ മണലിന്മേൽ വീട് പണിയുന്നവർക്ക് സമന്മാരാണെന്ന് കർത്താവ് പറഞ്ഞു. സൗലിനെ ഭയന്ന് കാട്ടിൽ അലഞ്ഞു നടന്ന ദാവീദിന് പ്രതികാരം ചെയ്യുവാൻ ഒരവസരം ലഭിച്ചു. ഗുഹാമുഖത്തിനിരുന്ന സൗലിനെ പിന്നിൽ നിന്ന് കുന്തം കൊണ്ട് കുത്തുവാൻ സൗകര്യപ്രദമായ അവസരം ഉണ്ടായി. ദാവീദിൻ്റെ അനുചരന്മാർ അതിനെ പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ ദാവീദ് അത് ചെയ്തില്ല. ദൈവത്തിൻ്റെ അഭിഷിക്തനെ തൊടാൻ പാടില്ലെന്ന് ദാവീദ് ഉറപ്പായി വിശ്വസിച്ചു. തൻ്റെ പ്രമാണം ബലികഴിച്ച ശേഷം രാജാവാകുവാൻ താൻ ഇഷ്ടപ്പെട്ടില്ല. താൻ രാജാവാകേണ്ടത് ദൈവഹിതമെങ്കിൽ അത് ദൈവം തന്നെ അതിന് വഴിയൊരുക്കും എന്ന് ദാവീദ് വിശ്വസിച്ചു. അമേരിക്കയുടെ പ്രസിഡന്റുമാരിൽ മായാത്ത പേര് സമ്പാദിച്ച ജോർജ് വാഷിങ്ടന്റെ ബാല്യകാലത്തുണ്ടായ ഒരു സംഭവം പ്രത്യേകം ശ്രദ്ധാർഹമാണ്. പിതാവ് താലോലിച്ചു വളർത്തിയ ഒരു ഫലവൃക്ഷം വാഷിങ്ടൺ തൻ്റെ കോടാലിയുടെ മൂർച്ച പരിശോധിക്കാനായി വെട്ടിക്കളഞ്ഞു. മരം വെട്ടിയത് ആരാണെന്ന് അറിയാതെ പിതാവ് വേലക്കാരെ ശാസിക്കുന്നത് വാഷിങ്ടൺ ശ്രദ്ധിച്ചു. മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കുന്നു എന്ന് കണ്ടപ്പോൾ താനാണ് ചെയ്തതെന്ന് വാഷിങ്ടൺ പിതാവിനോട് പറഞ്ഞു. എന്തുവന്നാലും സത്യം പറയുമെന്ന് ആ ബാലൻ നിശ്ചയിച്ചു. ബാല്യകാലത്ത് തന്നെ ജീവിതത്തിൽ ഒരു പ്രമാണം അംഗീകരിച്ചതാണ് തൻ്റെ ഉയർച്ചയുടെ രഹസ്യം. നമുക്ക് ജീവിതത്തിന് പ്രമാണം ഉണ്ടായിരിക്കണം. ഒരു പ്രമാണവുമില്ലാതെ ജീവിക്കുന്നവർ പുഷ്ടിപ്പെടുന്നു എന്ന കാരണത്താൽ നാം അംഗീകരിച്ച പ്രമാണങ്ങളെ ഉപേക്ഷിക്കരുത്. IMS അമ്മയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അമ്മയോട് നിങ്ങളുടെ കാര്യങ്ങൾ വിളിച്ചപേക്ഷിക്കുക. അമ്മ നിങ്ങളെ സഹായിച്ചിരിക്കും. അമ്മയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ആമേൻ.